ഹലോ. ഇന്ന് ഞാൻ ഈ ഒരു പാറ്റേൺ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി മര്യാദയ്ക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പല വഴികളും നോക്കുന്നുണ്ട്. അങ്ങനെ ഞാനിപ്പോ ഇങ്ങനെ എന്താ പറയാ ചുമതല ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്നത്. അപ്പൊ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ റോ എന്ന് പറയുന്നത് എ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ റോയില് രണ്ട് ക്യാരക്ടറാണ് പ്രിന്റ് ചെയ്തിട്ട് ഉള്ളത്. ബി എന്ന് പറഞ്ഞിട്ട് രണ്ട്, പിന്നെ സി എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഡി, പിന്നെ ഇ എന്ന് പറഞ്ഞിട്ട് അഞ്ചെണ്ണം പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് I=1, I=2. അതായത് ഫസ്റ്റത്തെ റോ അതാണ് I1, അതായത് ആദ്യത്തെ റോ. I2 എന്ന് പറയുന്നത് രണ്ടാമത്തെ റോ, I3 എന്ന് പറയുന്നത് മൂന്നാമത്തെ റോ, I4 എന്ന് പറയുന്നത് നാലാമത്തെ റോ, I5 എന്നിവിടെ 5 ആണ്, I5 എന്ന് പറയുന്നത് അഞ്ചാമത്തെ റോ. അപ്പൊ അങ്ങനെ അഞ്ച് റോസ് ആണ് ഉള്ളത്. ഈ 5 റോസിനെ നമ്മൾ എന്താ പറയാ ഐ എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഔട്ടർ ലൂപ്പ് ആയിട്ട് കൊടുക്കുന്നത് ഐ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇനി നമ്മൾ കോളംസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ജെ ആയിട്ടാണ്. അപ്പോൾ ജെ എന്ന കോളം ഒരെണ്ണമാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് റോല് ഒരു കോളത്തിൽ മാത്രമേ ക്യാരക്ടർ പ്രിന്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ രണ്ടാമത്തെ റോല് രണ്ട് കോളംസ്, അതായത് J=2 എന്ന് കൊടുത്തിരിക്കുന്നത് രണ്ട് കോളത്തിൽ, ഇതൊരു കോളം. അതാണ് ഇവിടെ ഞാൻ J=2 എന്ന് കൊടുത്തോണ്ട് ഉദ്ദേശിച്ചത്. ഇവിടെ ഒരു ബി, അതായത് 2 ടൈംസ് എന്താണ് ബി പ്രിന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സി എന്ന് പറയുന്നത് 3 ടൈംസ്, അതായത് ജെ 3 തവണ 3 കോളത്തിലായിട്ട് എന്താണ് 3 ടൈംസ് നമ്മുടെ ക്യാരക്ടർ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. സി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡി എന്ന് പറയുന്നത് 4 ടൈംസ്, കോളം എന്താണ് 4 കോളംസിലാണ്, അതായത് I4, അതായത് നാലാമത്തെ റോയില് 4 തവണ എന്താണ് ഡി എന്ന് പറയുന്ന ക്യാരക്ടർ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. 4 കോളംസ് കണ്ടോ, ഇതൊരു കോളം, അപ്പൊ അങ്ങനെ 4 കോളംസിലായിട്ട് നമ്മുടെ ഡി, അടുത്തത് 5 കോളംസ്, അങ്ങനെ 5 കോളംസിലായിട്ട് ഡി പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ നോക്കൂ, I1 ആവുമ്പോൾ ജെ എന്ന് പറയുന്നത് 1 ആണ്, I2 ആവുമ്പോൾ ജെയുടെ നമ്പറും 2 ആണ്, I3 ആവുമ്പോൾ ജെയുടെ നമ്പറും 3 ആണ്. അപ്പൊ ഇവിടെ ഒരു ഇക്വേഷൻ വരുന്നത് എന്തായിരിക്കും? J< I. നമ്മുടെ ജെ ലൂപ്പിൽ കൊടുക്കുന്ന ആ ഒരു കണ്ടീഷൻ ആണ് എന്താണ്? J< I. ജെ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഐക്ക് ഈക്വൽ ആയിരിക്കണം എന്നാണ് ഈ ഒരു കണ്ടീഷനാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാനായിട്ട് കൊടുക്കേണ്ടത് എന്താണ്? നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് ആദ്യത്തെ റോല് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാരക്ടറിൽ എ എന്ന് പറയുന്ന ക്യാരക്ടർ 65 ആണെന്ന് അറിയാം. നമ്മളിപ്പോൾ 2-3 പ്രോഗ്രാം ചെയ്തു. അപ്പൊ അതിലൊക്കെ നിങ്ങൾക്ക് അറിയാം എ എന്ന് പറയുന്ന ക്യാരക്ടർ എന്താണ് 65 ആണ്. അപ്പോൾ ആദ്യത്തെ റോല് 65 വരണമെങ്കിൽ നമ്മൾ ഇവിടെ എന്താണ് 64 + I എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് I1 ആവുമ്പോൾ അതായത് 64 ആ ഫസ്റ്റ് റോൾ. അപ്പൊ ഇവിടെ 64 + 1, I1 ആവുമ്പോൾ നമ്മൾ എന്താണ് 65 നമുക്ക് കിട്ടും. അപ്പൊ ഫസ്റ്റ് റോൾ എന്ത് വരും? എ എന്ന് പ്രിന്റ് ചെയ്യും. ഈ രണ്ടാമത്തെ റോള് നമുക്ക് ബി എന്ന് പ്രിന്റ് ചെയ്യണമെങ്കിൽ ബി എന്ന നമ്പർ 66 ആണെന്ന് അറിയാലോ. അപ്പൊ ഇവിടെ എന്താണ് ഈ ഐയുടെ സ്ഥാനത്ത് 2 കൊടുക്കുമ്പോൾ നമുക്ക് 66 കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ബി എന്നിട്ടുള്ള ആ ക്യാരക്ടർ പ്രിന്റ് ആവും. അതിനുശേഷം എന്താണ് I3, അതായത് മൂന്നാമത്തെ റോൾ. അപ്പൊ 64 + I, അതിന്റെ സ്ഥാനത്ത് ഇപ്പൊ 3 ആണ്. അങ്ങനെ സി പ്രിന്റ് ആവും. അങ്ങനെ ഡി പ്രിന്റ് ആവണമെങ്കിൽ ഫോർത്ത് റോസിലാണ് ഡി. അപ്പോൾ ഐയുടെ സ്ഥാനത്ത് ഐയുടെ വാല്യൂ ഇപ്പൊ എന്താണ് 4, പിന്നെ ഐയുടെ വാല്യൂ 5. അങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ പ്രിന്റ് ആവുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയുള്ള ഇതിന്റെ ലോജിക്ക്. അപ്പൊ ഇതിന്റെ കോഡ് ഞാനൊന്ന് എഴുതാം, എന്നിട്ട് നിങ്ങൾ നോക്കി നോക്കട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ കോഡ്. ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതായത് I1, അതായത് ഫസ്റ്റ് റോ അവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. I< 5 ആണെന്ന് ചെക്ക് ചെയ്യും. അതായത് 1 < 5 ആണോ എന്ന് ചെക്ക് ചെയ്തു. അപ്പൊ ഈ ഒരു കണ്ടീഷൻ ശരിയായത് കൊണ്ട് തന്നെ എന്ത് വരും? ഈ താഴത്തേക്ക് വരും. J ഇപ്പൊ 1 ആയി. എന്നിട്ട് ഇവിടെ ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇപ്പം J എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ 1 < I ആവണം എന്നാണ് പറയുന്നത്. അതായത് I ഇപ്പോൾ 1 ആണ്. അപ്പൊ ഈ ഒരു കണ്ടീഷൻ ശരിയാണ് അല്ലെ. ഈ ഒരു കണ്ടീഷൻ ഇവിടെ ഓക്കെ ആയതുകൊണ്ട് തന്നെ നേരെ താഴെ വന്നിട്ട് എന്താണ് 64 + I. ഇപ്പൊ ഐയുടെ വാല്യൂ 1 ആണ്. അപ്പൊ എന്താണ് 65 പ്രിന്റ് ചെയ്യും. 65 എന്ന് പ്രിന്റ് ചെയ്യാൻ ഇവിടെ ക്യാരക്ടർ ആണ് കൊടുത്തത്. അപ്പൊ ക്യാരക്ടർ ആണ് പ്രിന്റ് ചെയ്യുക. അപ്പൊ ഇവിടെ ഫസ്റ്റത്തെ റോൾ എന്ത് പ്രിന്റ് ചെയ്തു? എ എന്ന് പറയുന്ന ക്യാരക്ടർ പ്രിന്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും J ഇൻക്രിമെന്റ് ആവും. J ഇൻക്രിമെന്റ് ആവുമ്പോൾ J ഇപ്പൊ 2 ആണ്. ഇവിടെ വന്നിട്ട് നോക്കും
ടു ലെസ് ദാൻ ഈക്വൽ ടു 1 ആണെന്ന് നോക്കും. അപ്പൊ 2 ലെസ് ദാൻ ഈക്വൽ ടു 1 ആണോ? അല്ല അല്ലെ. അപ്പൊ എന്താണ് ഈ കണ്ടീഷൻ വർക്ക് ചെയ്യില്ല. നേരെ ഇതിന്ന് പുറത്ത് വന്നിട്ട് ന്യൂ ലൈൻ പ്രിന്റ് ചെയ്യും. വീണ്ടും ഐ ഇൻക്രിമെന്റ് ആവും. ഐ ഇപ്പൊ എത്രയാണ്? ഐ ഇപ്പൊ 2 ആവും. അപ്പൊ 2 ലെസ് ദാൻ ഈക്വൽ ടു 5 ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പൊ കണ്ടീഷൻ ശരിയാണ്. കണ്ടീഷൻ ശരിയാണ്. താഴെ ഈ ലൂപ്പിലേക്ക് വന്നിട്ട് J1 ആവും. J എന്താണ്? J1 ലെസ് ദാൻ ഈക്വൽ ടു 2 ആണോ നോക്കും. അപ്പൊ എന്താണ് ഇപ്പം 2, അതായത് ഐയുടെ വാല്യൂ ഇപ്പം 2 ആണ്. അപ്പൊ ഈ കണ്ടീഷൻ ഓക്കെ ആണ് അല്ലെ. ഈ കണ്ടീഷൻ ഓക്കെ ആയതുകൊണ്ട് തന്നെ താഴെ ഇങ്ങോട്ട് വന്നിട്ട് എന്താണ് 64 പ്ലസ് ഐ ഇപ്പൊ 2 ആണ്. അപ്പൊ ഇവിടുത്തെ വാല്യൂ എന്താണ്? 2. അപ്പൊ 66 എന്താണ് രണ്ടാമത്തെ റോയില് 66 പ്രിന്റ് ആവും. അതായത് ബി പ്രിന്റ് ആവും. ഇനി വീണ്ടും ജെ ഇൻക്രിമെന്റ് ആവും. ജെ ഇൻക്രിമെന്റ് ആവുമ്പോൾ 2 ലെസ് ദാൻ ഈക്വൽ ടു 2 ആണോ നോക്കും. 2 ലെസ് ദാൻ ഈക്വൽ ടു 2 ആണോ നോക്കും. അപ്പൊ നോക്കുമ്പോൾ എന്താണ് ഈ കണ്ടീഷൻ കറക്റ്റ് ശരിയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നേരെ ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യും? വീണ്ടും അടുത്ത ക്യാരക്ടർ പ്രിന്റ് ചെയ്യും. ഇപ്പോഴും 64 പ്ലസ് ഐ ആണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത് അല്ലെ. ജെ അല്ല, നേരത്തെ പ്രോബ്ലമിൽ നമ്മളിവിടെ ജെ ആണ് കൊടുത്തിരുന്നത്. ഇവിടെ ഐ ആണ്. അപ്പം ഐ എന്ന് പറയുമ്പോൾ 66 തന്നെയാണ്. അപ്പൊ എന്താണ് രണ്ടാമത്തെ റോള് പ്രിന്റ് ആവുന്നത് 66 ആയ ബി ആണ് പ്രിന്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ജെ ഇൻക്രിമെന്റ് ആവും. ജെ ഇപ്പൊ 3 ആവും. 3 ലെസ് ദാൻ ഈക്വൽ ടു 2 ആണോ നോക്കും. അപ്പൊ കണ്ടീഷൻ ഓക്കെ അല്ലാത്തതുകൊണ്ട് വീണ്ടും എന്ത് വരും? കണ്ടീഷൻ ഓക്കെ അല്ല. അതുകൊണ്ട് ഇവിടേക്ക് വരാതെ നേരെ ന്യൂ ലൈൻ പ്രിന്റ് ചെയ്യും. വീണ്ടും ഐ ഇൻക്രിമെന്റ് ആവും. ഐ ഇപ്പൊ എത്രയാണ്? 3 ആണ് അല്ലെ. നമ്മൾ ഇതുവരെ പ്രിന്റ് ചെയ്തു. ഇനി ഐ 3 ആയി. 3 ആയി. ഈ ഒരു കണ്ടീഷൻ നോക്കും. ഐ ഇപ്പൊ 3 ആണ്. 3 ലെസ് ദാൻ ഈക്വൽ ടു 5 ആണോ നോക്കും. അപ്പൊ എന്താണ് 3 ലെസ് ദാൻ ഈക്വൽ ടു 5 ആണോ നോക്കുമ്പോൾ കണ്ടീഷൻ ഓക്കെ ആണ്. ഒരു പെൻസിൽ വെച്ചിട്ടുണ്ട്. മനസ്സിലാവില്ല. അപ്പം ഇപ്പൊ 3 ലെസ് ദാൻ ഈക്വൽ ടു 5 ആണോ നോക്കുമ്പോൾ കണ്ടീഷൻ ശരിയാണ്. വീണ്ടും ഇങ്ങോട്ട് വന്നു 1 ആയി. 1 ലെസ് ദാൻ ഈക്വൽ ടു 3 ആണോ നോക്കും. അപ്പൊ കണ്ടീഷൻ ഓക്കെ ആണ്. നേരെ ഇങ്ങോട്ട് വന്നിട്ട് 64 പ്ലസ് ഐ. 64 പ്ലസ് ഐ ഇപ്പൊ ഐ എത്രയാണ്? 3 ആണ്. അപ്പൊ 64 പ്ലസ് 3 എന്ന് പറയുമ്പോൾ 67 എന്ന് വെച്ചാൽ സി ആണ്. അപ്പൊ തേർഡ് റോയിൽ എന്താണ്? സി പ്രിന്റ് ചെയ്തു. വീണ്ടും ജെ ഇൻക്രിമെന്റ് ആയി. അപ്പൊ J2 ആയി. 2 ലെസ് ദാൻ ഈക്വൽ ടു 3 ആണോ നോക്കും. കണ്ടീഷൻ ഓക്കെ ആണ്. വീണ്ടും ഇവിടെ വന്നു 64 പ്ലസ് ഐ എന്ന് പറയുമ്പോൾ 3 അല്ലേ. അപ്പൊ വീണ്ടും 67, അതായത് രണ്ടാമത്തെ കോളത്തിൽ എന്ത്? വീണ്ടും സി പ്രിന്റ് ആയി. വീണ്ടും ജെ ഇൻക്രിമെന്റ് ആയി. ജെ എന്താണ്? 3 ലെസ് ദാൻ ഈക്വൽ ടു ഐ ആണോ നോക്കും. അപ്പൊ ഐ 3 ലെസ് ദാൻ ഈക്വൽ ടു 3 ആണ് അല്ലെ. ഐ എന്ന് പറയുന്നത് 3 ആണ്. ആ ഒരു കണ്ടീഷൻ ഓക്കെ ആണ്. വീണ്ടും ഇവിടെ വന്നിട്ട് എന്താണ്? സി പ്രിന്റ് ചെയ്യും. ഈ ഒരു കണ്ടീഷൻ ഓക്കെ ആണ്. ഇവിടെ സി പ്രിന്റ് ചെയ്യും. വീണ്ടും ജെ ഇൻക്രിമെന്റ് ആയി. ജെ ഇപ്പൊ 4 ആവും. അപ്പൊ 4 ലെസ് ദാൻ ഈക്വൽ ടു ഐ ആണോ നോക്കും. 4 ലെസ് ദാൻ ഈക്വൽ ടു ഐ. 4 ലെസ് ദാൻ ഈക്വൽ ടു 3. അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ ഇത് ഓക്കെ അല്ല. ഇത് ഓക്കെ അല്ലാത്തതുകൊണ്ട് നേരെ ഇവിടേക്ക് വരും, താഴെ വരും അല്ലെ. താഴെ വന്നിട്ട് ന്യൂ ലൈൻ അടിക്കും. വീണ്ടും ഐ എന്താണ്? ഇൻക്രിമെന്റ് ആവും. അപ്പൊ ഐ എന്താണ്? 4 ആവും. അങ്ങനെ വീണ്ടും ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെ ആണ്. വീണ്ടും ഇവിടെ വരും J1 ആവും. J1 ലെസ് ദാൻ ഈക്വൽ ടു 4 ആണോ നോക്കും. കണ്ടീഷൻ ഓക്കെ ആണ്. ഇവിടെ വരും 64 പ്ലസ് ഐ ഇപ്പൊ 4 ആണ്. അപ്പം 68. അപ്പൊ എന്താണ് 68 എന്ന് പറയുന്നത്? ഡി ആണ്. അപ്പൊ ഫസ്റ്റ് കോളത്തിൽ എന്ത്? ഡി പ്രിന്റ് ചെയ്യും. വീണ്ടും ജെ ഇൻക്രിമെന്റ് ആയി. J2 ആയി. 2 ലെസ് ദാൻ ഈക്വൽ ടു 4 ആണോ നോക്കും. അങ്ങനെ കണ്ടീഷൻ ഓക്കെയാണ്. ഇവിടെ വന്നു 64 പ്ലസ് ഐ എന്ന് പറയുന്നത് വീണ്ടും 4 ആണ്. അപ്പൊ 68. അപ്പൊ രണ്ടാമത്തെ ജെ അതായത് രണ്ടാമത്തെ കോളത്തിൽ ഡി പ്രിന്റ് ചെയ്യും. അങ്ങനെ ഓരോന്നും പ്രിന്റ് ചെയ്യും. അടുത്തത് ഐ 5 ആവും. ഇവിടെ 5 ആണ്. അടുത്തത് ഐ 5 ആയി. അതും ഇങ്ങനെ റൊട്ടേറ്റ് ആവും. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. അങ്ങനെ വീണ്ടും ഐ 5 ആവും. ഐ 6 വീണ്ടും ഐ പ്ലസ് പ്ലസ് എന്ന് പറയുമ്പോൾ ഐ 5 കഴിഞ്ഞിട്ട് പ്ലസ് പ്ലസ് ആവുമല്ലോ. അപ്പോൾ ഇവിടെ കണ്ടീഷൻ നോക്കുമ്പോൾ 6 ലെസ് ദാൻ ഈക്വൽ ടു 5 ആണോ നോക്കും. അപ്പൊ ഈ കണ്ടീഷൻ വർക്ക് ആവില്ല അല്ലെ. ഇവിടെ 6 ലെസ് ദാൻ ഈക്വൽ ടു 5 ആണെന്ന് പറയുമ്പോൾ ഇത് കണ്ടീഷൻ ഓക്കെ ആവുന്നില്ല. അപ്പൊ ഈ ഒരു കണ്ടീഷൻ ഓക്കെ ആവാത്തതുകൊണ്ട് ഇവിടേക്ക് വരില്ല. ഇതൊക്കെ ആണെങ്കിലേ ഇവിടേക്ക് വരുള്ളൂ. അപ്പോൾ എന്താണ് ബാക്കിയുള്ളതൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ വെച്ചിട്ട് നമ്മൾ പ്രോഗ്രാം തീരാണ് ചെയ്യുന്നത്. അപ്പം ഈ പ്രോഗ്രാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു പ്രോഗ്രാമായിട്ട് വീണ്ടും കാണാം. ബൈ.